എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അമ്മയിലെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു. അതായത് ഭരണസമിതി തന്നെ രാജിവെക്കുകയാണ്. മോഹൻലാൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി രാജിവെക്കുന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ഞാൻ തോറ്റു. എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധവുമില്ലട്ടോ. വെച്ചോളൂ. ഒരു ഉടായിപ്പിന്നെ നമ്മൾ അടിക്കുന്നില്ലേ? അത് എനിക്കും മനസ്സിലാവുന്നില്ല. എനിക്കതും കട സങ്കടം കാണാൻ പറ്റില്ല. ഞാൻ എന്റെ വഴി നോക്കും. ആ സേഡി കുടുംബത്തിൽ നീ എന്നെ അംഗമാക്കണ്ട. നീ അംഗമാണ്, ഞാൻ അംഗമല്ല. നീ അംഗമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഹൻലാൽ ഉൾപ്പെടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വാർത്ത. എല്ലാരും പിരിഞ്ഞു പോയി. എല്ലാവരും പിരിഞ്ഞു പോകണം. എല്ലാരും മാറണം. എല്ലാരും പിരിഞ്ഞു പോകണം. എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടാത്ത നിലയിലാണ് ഞാൻ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. അതിന്റെ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നതിന് പിന്നാലെ ഉയർന്ന അംഗങ്ങൾക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില ആഭ്യന്തര കാര്യങ്ങൾ, ബുദ്ധിപരമായ ചില തർക്കങ്ങൾ, അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വശത്ത് ആർഡിഒ, മറുവശത്ത് മുതലക്കോട്ട ബറ്റാലിയൻ. ഒരു യുദ്ധം അനിവാര്യമാണ് ശിവശങ്കരൻ. അപ്രതീക്ഷിതവും നാടകീയവുമായിരുന്നു അമ്മയിലെ കൂട്ടരാജി. വളരെ മോശമായി പോയി. അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനല്ലേ? എന്റെ അച്ഛനീന്ന് പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് പതിച്ച സംഘടനയെ ഇനി നയിക്കാനില്ലെന്ന് ആദ്യം അറിയിച്ചത് പ്രസിഡന്റ് മോഹൻലാൽ. ഓൺലൈനായി ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ മോഹൻലാലിനെ പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചു. അതിന്റെ യാതൊരു ആവശ്യമില്ല. ഈ കമ്പനി 6 മാസം പൊളിഞ്ഞ് നോറോടെ കല്ല് പറിക്കും. ഇപ്പൊ നിന്നെ കൊല്ലുന്നതിലും നല്ലത് ഞാൻ സ്വയം കുത്തിച്ചാവുന്നതാ. അതാ എന്റെ ഗതി. ഞാന് യോഗ തുടങ്ങിയാലോ ഒന്ന് ആലോചിക്കാം. അതാവുമ്പോ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക്. പക്ഷേ അദ്ദേഹം വഴങ്ങിയില്ല. എന്നാൽ ഞങ്ങളും ഒപ്പം രാജിവെക്കാമെന്ന് മറ്റു ഭാരവാഹികളും അറിയിച്ചു. 506 പേരായിട്ടുള്ള മനുഷ്യന്മാര് ഒരു വലിയൊരു സമൂഹം തെരഞ്ഞെടുത്ത ഒരു ജനറൽ ബോഡി ഒരു കമ്മിറ്റി അത് ഒന്നിറങ്ങാൻ രാജിവെച്ച് പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ആ കൂട്ടരാജിയെ ഉൾക്കൊള്ളുന്നില്ല. വനിതാ സ്റ്റേഷനിലെ പങ്കജാക്ഷി ഇതേ അഭിപ്രായം പറഞ്ഞു. ഇങ്ങനെ ആരോപണം വന്ന് എല്ലാവരെയും വെളിയിൽ പോകേണ്ടി വരുമോ എന്നുള്ള തോന്നലിൽ നിന്നാണോ ഇത് വന്നത്, അതോ ഇനി ആരോപണം വരുന്നവർക്ക് ഒരു സങ്കടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്നറിയില്ല. എനിക്കും തോന്നിയത് ആര് ചുമതലയെടുത്താലും അത് അവർക്കെതിരെ ആരോപണം വന്നേക്കാം എന്ന നിലയിൽ താരസംഘടന ആകെ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അത് കറക്റ്റ്. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.